Hi dear students, let's talk history. നമ്മുടെ ഇതുവരെ നമ്മൾ ക്ലാസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം. അല്ലെ, എന്നോട് കുറച്ച് പേര് കമൻറ്റ് സെക്ഷനിലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചു ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം കൂടി ചെയ്യുമോ. അത് ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ചെയ്യുമോ, ഇത് കുറച്ച് ടഫാണ് പേപ്പർ, അത് കുറച്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ, നമ്മളപ്പം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നമുക്ക് ക്യാപിറ്റലിസം കൂടി തുടങ്ങിയേക്കാം. അപ്പം നമ്മുടെ ഈ പേപ്പർ നമ്മൾ പറയുന്നത് ക്യാപിറ്റലിസം ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ എന്നും പറയുന്നതാണ്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് വരികയുള്ളൂ. ഇന്നലെ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ ഇതിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. നമ്മൾ തീർച്ചയായിട്ടും ഇന്നോട്ട് എല്ലാ സബ്ജക്റ്റുകളുടെയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓരോ ക്ലാസ് ഇടുന്നതാണ്. അതിനുശേഷം നമ്മുടെ ക്ലാസ്സുകളോട് കൂടെ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യുന്നതെന്നും കൂടി ഉള്ള ക്ലാസ്സുകൾ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്കുകൾ, അതിൻ്റെ എക്സാമിന് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ടോപ്പിക്കുകൾ ഏതെങ്കിലും ഉണ്ട്, അത് ഫോക്കസ് ചെയ്തിട്ടൊരു ക്ലാസ് വേണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നമ്മൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന പേപ്പറിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സോ നമ്മൾ സിലബസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ 4 മൊഡ്യൂളുകളാണ് ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസത്തിൽ പഠിക്കാനുള്ളത്. ആ 4 മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കുകളാണ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം, ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് വേണ്ടി പഠിച്ച് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, കൊളോണിയലിസം, അതുപോലെ തന്നെ മെർക്കന്റിലിസം, അതുപോലെ കുറച്ച് ടേമുകളുണ്ട്, ദെൻ ബ്യൂറോക്രസി, അങ്ങനെയുള്ള കുറച്ച് മിക്സഡ് ബ്യൂറോക്രസി, നാഷണൽ ബ്യൂറോക്രസീസ്, ഇങ്ങനെയുള്ള കുറച്ച് ടേമുകൾ അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ്, ഓരോ ഡെഫിനിഷനും പഠിച്ചു വെക്കണം. കാരണം ഡിഫൈൻ ഫ്യൂഡലിസം എന്നൊക്കെ പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമുകൾ ഓർത്ത് വെക്കുക. ദെൻ എന്താ ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം, ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്ക്. അതിൽ നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകളാണ്, പല ഹിസ്റ്റോറിയൻസിൻ്റെയും ഡിബേറ്റുകളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സുകളും ഉണ്ട്, ഇവരുടെയൊക്കെ ഡിബേറ്റുകളാണ് മെയിനായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കുറച്ച് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നുന്നത്. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ കമ്മിങ് ഓഫ് ഇൻഡസ്ട്രിയൽ revolution and related social changes in continental Europe. ഇതൊരു മെയിൻ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ്. ദ കമ്മിങ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ വരവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോണ്ടിനെൻ്റൽ യൂറോപ്പിൽ വന്നിട്ടുള്ള സോഷ്യൽ ചേഞ്ചുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. നെക്സ്റ്റ്, അത്രയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുവാനുള്ളത്. അവിടുന്ന് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ലോജിക് ഓഫ് ക്യാപിറ്റലിസ്റ്റ് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ദ സ്ക്രാമ്പിൾ ഫോർ കോളനീസ്, അതാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അവിടുന്ന് ദ എമർജൻസ് ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ, ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ എമർജൻസ് എങ്ങനെയുള്ളതായിരുന്നു. ദെൻ ഇമ്പീരിയലിസം, തിയറീസ് ഓഫ് ഇമ്പീരിയലിസം, ഇമ്പീരിയലിസത്തിൻ്റെ തിയറികൾ പല എക്കണോമിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള സാമ്രാജ്യത്വം, ഇമ്പീരിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം, സാമ്രാജ്യത്വം അല്ലേ. ഈ സാമ്രാജ്യങ്ങളുടെ തിയറീസ്, അതിനെക്കുറിച്ചുള്ള ഇമ്പീരിയലിസത്തെ കുറിച്ചുള്ള പല തിയറികളുണ്ട്. പല ഹിസ്റ്റോറിയൻസ്, പല എക്കണോമിസ്റ്റുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള തിയറികളുണ്ട്. അതുപോലെ തന്നെ കാൾ മാക്സ്, ലക്സംബർഗ്, ഹോബ്സോൺ, ഹിൽഫ്രഡിങ്, ലെനിൻ, ഇത്രയും പേരുടെ തിയറീസ് നമുക്ക് പഠിക്കുവാനുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ കാൾ മാക്സിനെ കുറിച്ചുള്ള എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. കാൾ മാക്സിൻ്റെ തിയറിയെക്കുറിച്ചും അതുപോലെ തന്നെ ലക്സംബർഗിൻ്റെ തിയറി, ഇതൊക്കെ നമുക്ക് ഷോർട്ട് എസ്സേയിലും ഒക്കെ വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇത് നമ്മൾ നോക്കി വെക്കണം. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഡിപ്പെൻഡൻസി ആൻഡ് വേൾഡ് സിസ്റ്റംസ് തിയറീസ്, ഇതിൽ കൂടുതലായിട്ടും തിയറീസ് ആണുള്ളത്. ഓക്കെ, അതിന് ഈ തിയറീസ് ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ള തിയറീസ്, ഓരോരുത്തരും അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുകയും അവരുടേതായ തിയറികൾ ഒറിജിനേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഡിപ്പെൻഡൻസി ആൻഡ് വേൾഡ് സിസ്റ്റം, ഡിപ്പെൻഡൻസിയും വേൾഡ് സിസ്റ്റവും ഇതിനെക്കുറിച്ചുള്ള തിയറീസ് പോൾ ബാബൻ്റെയും
ഗുണ്ടോർ ഫ്രാങ്ക്, ഇമ്മാനുവൽ വാൾസ്ട്രീൻ, ദെൻ സെമീർ അമീൻ, സാമിർ അമീൻ, ഇത്രയും പേരുടെ തിയറീസാണ്. ഡിപ്പെൻഡൻസിയെയും വേൾഡ് സിസ്റ്റത്തെയും ബേസ് ചെയ്തിട്ടുള്ള തിയറീസ്. ഇത് നമുക്ക് പഠിക്കുവാനുള്ളതാണ്. ദെൻ അവിടെ നിന്ന് നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പം കോളനീസ് അല്ലെങ്കിൽ കൊളോണിയലൈസേഷൻ ഇതിനെക്കുറിച്ചൊക്കെയാണ്. അതായത് ഡിഫൈനിങ് ദ കോളനീസിനെ ഡിഫൈൻ ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള സർവേസ് എന്തൊക്കെയാണ്. ദെൻ സെൻസസ് ആൻഡ് എത്നോഗ്രാഫീസ്, കോളനീസിനെ ബേസ് ചെയ്തിട്ടുള്ള സെൻസസും അതിൻ്റെ എത്നോഗ്രാഫീസുമാണ് അവിടെ പറയുന്നത്. ദെൻ അഡ്മിനിസ്ട്രിങ് ദ കോളനീസിനെ എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. ബ്യൂറോക്രസി ആൻഡ് ജുഡീഷ്യറി, എവിടെ കോളനീസിലെ ബ്യൂറോക്രസിയും ജുഡീഷ്യറി എന്തായിരുന്നു, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തായിരുന്നു. ബ്യൂറോക്രസി നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ, ഷോർട്ട് എസ്സേ അല്ല, ഷോർട്ട് ആൻസർ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ദെൻ ഡിസിപ്ലിനിങ് ദ കോളനീസിൽ ഡിസിപ്ലിൻ എങ്ങനെയായിരുന്നു കൊണ്ടുവരുന്നത്, ആർമി ആൻഡ് പോലീസ്, ഇതൊക്കെ കോളനീസിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നതാണ് നോക്കുന്നത്. ദെൻ സെറ്റിലിംഗ് ദ കോളനീനെ എങ്ങനെയാണ് സെറ്റിൽ ചെയ്തുകൊണ്ടിരുന്നത്, ലാൻഡ് എങ്ങനെയുള്ളതായിരുന്നു, കോളനികളുടെ ലാൻഡ്, എക്കോളജി, ലാൻഡ്സ്കേപ്പ്, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ അടുത്തത് സിവിലൈസിങ് ദ കോളനീനെ എങ്ങനെയാണ് സിവിലൈസ് ചെയ്തിരുന്നത്, ഐഷ്യനോറിയസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊക്കെ നമുക്ക് മെയിൻ പോയിന്റുകളായിട്ട് പഠിക്കുവാനുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ദ മേക്കിംഗ് ഓഫ് കൊളോണിയൽ റിലേഷൻസ്. കൊളോണിയൽ റിലേഷൻസിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് മേക്കിംഗ് ഓഫ് കൊളോണിയൽ റിലേഷനെ കുറിച്ചിട്ട് എസ്സേയ്സ് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഡിബേറ്റുകൾ വന്നിട്ടുള്ളത് ഫ്രാൻസ് ബാനോൻ്റെയും ആൽബർട്ട് മെമ്മിയുടെയും അഷീസ് നാൻഡി എന്നൊരു പേര് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവും. ക്ലാസ് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർ, ക്ലാസ് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നാൻഡിയുടെ നമ്മുടെ അപ്രോച്ച് ഓഫ് നാൻഡി ഓൺ കൊളോണിയലിസത്തിൻ്റെ നമ്മുടെ നാൻഡിയുടെ അപ്രോച്ച്, ദെൻ ഫാനോൺസ് ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എന്ന് പറയുന്ന ഒരു തിയറി, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ആൾക്കാരുടെ പേര്, ഇവരുടെ തിയറികൾ, അപ്രോച്ചുകളൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. ദെൻ ലിമിറ്റ്സ് ഓഫ് ഡീകൊളോണൈസേഷൻ്റെ ലിമിറ്റുകൾ എന്തൊക്കെയാണ്, കൺസോളിഡേഷൻ ഓഫ് ദ നാഷണൽ ബ്യൂറോക്രസീസ് എന്താണ്, കൺസോളിഡേഷൻ ഓഫ് നാഷണൽ ബ്യൂറോക്രസീസ് എന്തായിരുന്നു, ദ ക്യാരക്ടർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഏർസ്റ്റ്വൈൽ കോളനീസ്, എന്താണ് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഏർത്ത് കോളനീസ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഇത്രയുമാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുമാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളിൽ നിന്നാണ്. പക്ഷെ നമുക്ക് എല്ലാ മൊഡ്യൂളുകളും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെയുള്ള ടോപ്പിക്കുകളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും നോക്കുക ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളതെന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ടോപ്പിക്കുകൾ നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വേണം പഠിക്കുവാൻ. അതിൽ ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കുവാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു.